الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് പൈശാചികമായ ശർറുകൾ, ഉപദ്രവങ്ങൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് ബാധിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ പ്രാപിക്കേണ്ടത് എന്ന് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഇസ്തിആദത്തുകളെ, അഭയത്തേട്ടങ്ങളെ, ശരണത്തേട്ടങ്ങളെ, ദിക്റുകളെ, ദുആകളെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഒരൊറ്റ കാര്യമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അത് മുഅബ്ബദതൈനിയാണ്, അഥവാ സൂറത്തു നാസും ഫലക്കും. ഈ രണ്ട് സൂറത്തുകൾ ആര് പാരായണം ചെയ്യുന്നുണ്ടോ അവനെ സംബന്ധിച്ച് തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ പ്രശ്നങ്ങൾക്കും അവനത് മതിയായതാണ്. അത് പൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ, അത് കണ്ണേറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, അത് രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, എന്ത് വിഷയങ്ങളും വിശ്വാസിക്ക് ഏൽക്കുന്നുണ്ടെങ്കിൽ മുഅബ്ബദതൈനി ആണ് അതിൻ്റെ പരിഹാരം.
ഞാൻ സൂചിപ്പിച്ചു 2 തവണയാണ് മുഅബ്ബദതൈനി നാസും ഫലക്കും അള്ളാഹു അവതരിപ്പിച്ചത്. അത് 2 തവണ അവതരിപ്പിച്ചതിൻ്റെ കാരണം അതിൻ്റെ ഈ ഒരു ശ്രേഷ്ഠത തന്നെയാണ്. ആയിഷ ബീവിയിൽ നിന്ന് ഉള്ള ചില നിവേദനങ്ങൾ പരിശോധിക്കുമ്പോൾ മുഅബ്ബദതൈനി അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ളതൊക്കെ പിന്നെ വേണ്ടെന്ന് വെച്ചു എന്നാണ്. പിന്നെ ചെയ്യാറില്ലായിരുന്നു. ഒരുപക്ഷെ പതിവായി ചെയ്യാറില്ലെന്നായിരിക്കാം അവിടുന്ന് ഉദ്ദേശിച്ചത്. മുഅബ്ബദതൈനി അത് മതി മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 3275 നമ്പറായി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നാണ് ആ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹിഫ്ലി സഖാത്തി റമളാൻ. റമളാന്റെ സകാത്ത് അഥവാ ഫിത്ർ സകാത്ത് മുതൽ അത് സൂക്ഷിക്കുവാൻ അഥവാ അതിന് കാവൽ നിൽക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തി. രാത്രി ബൈത്തുൽ മാലിൽ എടുത്തു വെച്ചിട്ടുള്ള സക്കാത്ത് ആരും കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ നിർത്തി. ഫഅതാനി ആതി, ആ സമയത്ത് രാത്രിയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം കാണാത്ത രൂപത്തിൽ ആ സ്വത്തിന്റെ അടുത്തേക്ക് വന്നു. ഫജഅല യഹ്സു മിന ത്വആം, അദ്ദേഹം ത്വആമിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് അദ്ദേഹം എടുക്കാൻ തുടങ്ങി, കക്കാൻ തുടങ്ങി. ഫഅഖദ്തുഹു, ഞാൻ അയാളെ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നെ നബിന്റെ അടുത്തേക്ക് കൊണ്ടുപോവന്നെ ചെയ്യും എന്ന് ഈ മനുഷ്യനെ പിടിച്ചിട്ട് അബൂ ഹുറൈറ പറഞ്ഞു. ആ മനുഷ്യൻ അബൂ ഹുറൈറയോട് കാൽക്കൽ വീണ് കെഞ്ചുന്നത് പോലെ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെപ്പറ്റി, അദ്ദേഹത്തിന്റെ വിശപ്പിനെപ്പറ്റി, ഗതികേടിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ മനസ്സലിഞ്ഞപ്പോൾ അബൂ ഹുറൈറ അദ്ദേഹത്തെ വിട്ടു. പിറ്റേ ദിവസം കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഹുറൈറ, ഇന്നലെ എന്താ സംഭവിച്ചത്? റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി ആ സ്ഥലത്തില്ല, സാക്ഷിയല്ല. പക്ഷെ വഹി ഉണ്ടായി. അതുകൊണ്ട് റസൂലുള്ളാഹി ചോദിച്ചു, അബൂ ഹുറൈറയോട് ചോദിച്ചു, ഇന്നലെ എന്താണ് അബൂ ഹുറൈറ സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം സംഭവിച്ചതൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അവൻ കള്ളമാണ് പറഞ്ഞത്, അവൻ പറഞ്ഞത്, അവൻ ഇന്ന് രാത്രിയും വരും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിലും അബൂ ഹുറൈറ അവിടെ നിന്നു. അപ്പോഴും ഈ മനുഷ്യൻ വരുന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഫിത്ർ സക്കാത്തിന്റെ മുതൽ മോഷ്ടിക്കാൻ തുടങ്ങി. ഫഅഖദ്തുഹു, അപ്പോൾ ഞാൻ അവനെ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്തായാലും നിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോഴും ആ മനുഷ്യൻ കാല് പിടിച്ച് കരഞ്ഞു. അദ്ദേഹത്തിന്റെ ഗതികേടും അവസ്ഥയും പറഞ്ഞു, മക്കളുടെ പ്രയാസങ്ങൾ പറഞ്ഞു, ഗതികെട്ടിട്ട് ചെയ്യുന്ന പണിയാണെന്ന് പറഞ്ഞു. അബൂ ഹുറൈറയുടെ മനസ്സ് വേദനിച്ചു, വീണ്ടും വിട്ടു. പിറ്റേ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, അവൻ ഇന്നലെയും വന്നിരുന്നില്ലേ? അതേ റസൂലേ. ഇന്ന പോലൊക്കെ ചെയ്തില്ലേ? അതെ. അവൻ ഇന്ന പറഞ്ഞ് നിന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞില്ലേ? അതെ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ കള്ളനാണ്, ഇന്നും വരും. അബൂ ഹുറൈറ വീണ്ടും, ഇന്ന് എന്തായാലും ഞാൻ അവനെ പിടിക്കും, ഇന്ന് വിടില്ല, അവന്റെ ഈ വക കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കില്ലെന്ന് ഉറപ്പിച്ചു. അതാ വരുന്നു. ഫഅതാനി ആതിൻ, അവന് വന്നു. ഫജഅല യഹ്സു മിന ത്വആം, പതിവ് പോലെ ഭക്ഷണത്തിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. ഫഅഖദ്തുഹു, അപ്പോൾ ഞാൻ അവനെ പിടിച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായിട്ട് ഇന്ന് നിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തിക്കും എന്ന് പറഞ്ഞു. ഫഖാൽ, അപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി, ഇന്നലത്തെ പോലെ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പറഞ്ഞു, ഫഖാൽ, അയാൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ആ കാര്യം നീ ചെയ്താൽ ശൈത്താനിൽ നിന്ന് നിനക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഫഖാൽ, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാഷിക്,
നീ നിന്റെ വിരിപ്പിലേക്ക് കിടക്കുവാൻ പോവുകയാണെങ്കിൽ ഫഖ്റ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദ്, നിനക്ക് പ്രത്യേകം പ്രൊട്ടക്ഷൻ ചെയ്യാൻ പടച്ചവനിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ ഇല്ലാതിരിക്കില്ല. വല യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. പ്രഭാതം വരെ ശൈത്താൻ നിന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും സാധ്യമല്ല. അബൂഹുറൈറ ഇത് കിട്ടിയപ്പോൾ, ഇൽമ കിട്ടിയപ്പോൾ അബൂഹുറൈറ ഇത്തവണ അയാളെ വിട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തെത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വദഖക വഹുവ കദൂബ്, അവൻ കള്ളനാണെങ്കിലും കളവ് പറയുന്നവനാണെങ്കിലും നിന്നോട് ഈ പറഞ്ഞത് സത്യമാണ്. ദാക ശൈത്താൻ, ആ വന്നത് അബൂഹുറൈറ മനുഷ്യനല്ല, ശൈത്താനിൽപ്പെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നതാ. റസൂലുള്ളാഹിന്റെ കാലം നമുക്കറിയാം. നമ്മളെ കാലത്ത് നടക്കാത്ത പല അത്ഭുതങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടക്കും. സഹാബികൾ സാക്ഷ്യം വഹിക്കുന്നത് പലത് നടക്കും. നരകത്തിൽ നിന്നൊരു കല്ല് വന്ന് വീഴുന്നു. ആ കല്ല് വന്ന് വീഴുന്നതിന്റെ ശബ്ദം കേട്ടിട്ട് ആളുകൾ പേടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പറഞ്ഞു, ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സഹാബികൾ പറഞ്ഞില്ല, അറിയില്ല. എന്താണെന്ന് മനസ്സിലായില്ല. എല്ലാവരും പേടിച്ചു പോയി. അത് നരകത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് ഇട്ടതാണ്. 70 വർഷത്തിന് മുൻപ്. ഇപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിലെത്തിയത്. അഥവാ 70 വർഷം പിന്നെ യാത്ര ചെയ്യാൻ മാത്രം ആഴമുണ്ട് നരകത്തിന്റെ അടിത്തട്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമാനുഷികമായ അവസ്ഥയിൽ സംഭവിച്ചൊന്നാണ്. നമ്മൾക്ക് അത് കേൾക്കാൻ പറ്റണമെന്നില്ല. ഇത് റസൂലുള്ളാഹിന്റെ കാലവുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കാണാം, അള്ളാഹിന്റെ റസൂൽ പറയുന്നത് കേൾക്കാം. എന്ത് കേൾക്കാം? റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ പാമ്പുകളെ കണ്ടാൽ, പ്രത്യേകം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ 3 തവണ പോകൂ 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 എന്ന് പറയണം. അതിന് ശേഷമേ അതിനെ കൊല്ലാൻ പാടുള്ളൂ. കാരണം ചില ജിന്നുകൾ പാമ്പിന്റെ വേഷം സ്വീകരിച്ചുകൊണ്ട് പിന്നെ സ്വാലിഹീങ്ങളായ ചില ജിന്നുകൾ മുസ്ലിം വീടുകളിൽ പ്രവേശിക്കുന്നത് റസൂലുള്ളാഹിക്ക് വഹീ കിട്ടി. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഇത് ആർക്ക് മാത്രമുള്ളതാണ്? മദീനത്ത് ആ സമയത്തേക്ക് മാത്രം ഖാസാണ്. നമ്മളിഞ്ഞ് പാമ്പിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളോട് റസൂലുള്ള പറഞ്ഞത് എന്താ? പാമ്പിനെ കണ്ടിട്ട് അതിനെ അടിച്ചു കൊല്ലാൻ പേടിച്ച് മാറി നിൽക്കുന്നവൻ ലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മൾ ചെയ്യേണ്ട പണി അതാ, നമ്മളെ സുന്നത്തതാ. പാമ്പിനെ കണ്ടാ കൊല്ലണം. മദീനത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മദീനക്കാർക്ക് മാത്രം ഖാസാണ്. ആ സമയത്ത് മാത്രം സംഭവിച്ചാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ ശൈത്താന്റെ രൂപമാറ്റം അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ശൈത്താൻ ഉദ്ദേശിക്കുമ്പോൾ നടക്കണാണോ, അതല്ല അള്ളാഹു ചില ശൈത്താന്മാർ അങ്ങനെ ആക്കുന്നതാണോ, ഒന്നിനെ പറ്റി നമുക്കറിയില്ല. ഇനി നമ്മളെ മുൻപിൽ ഒരു മനുഷ്യൻ വന്നു നിന്നാൽ നമുക്കത് മനുഷ്യൻ തന്നെ. അതിന് 1000 ശൈത്താൻ മനുഷ്യന്റെ വേഷം സ്വീകരിച്ചാലും നമുക്ക് ലാഹിറായിട്ട് എന്താണോ അത് മനുഷ്യനാണ്, മനുഷ്യൻ തന്നെ. ഇനി ഇതിന്റെ മേലൊരു അന്ധവിശ്വാസം കെട്ടിപ്പടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം എന്താ? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം ഒന്നുമില്ല. അള്ളാഹുവിന്റെ റസൂല് സത്യപ്പെടുത്തി, സ്വദഖക വഹുവ കദൂബ്, അവൻ കള്ളനാണെങ്കിലും അവൻ നിന്നോട് പറഞ്ഞത് സത്യാണ്. ഏത് പറഞ്ഞത്? ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ ഫഖ്റ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൽ, പടച്ചവനിൽ നിന്നും നിനക്കൊരു സംരക്ഷകൻ ഇല്ലാതിരിക്കില്ല. വലാ യഖ്റബുക, നിന്റെ അടുത്തേക്ക് അടുക്കില്ല ശൈത്താൻ അടുക്കില്ല. ഹത്താ തുസ്ബിഹ, ആ പ്രഭാതം പുലരുന്നത് വരെ നിന്റെ ആ ആയത്തുൽ കുർസിന്റെ പാരായണം കൊണ്ട് നിനക്ക് ശൈത്താൻ നിന്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു സംരക്ഷണ കവചം നിനക്ക് ഒരുക്കിയിട്ടുണ്ടാവും. അപ്പൊ ആയത്തുൽ കുർസി നമ്മൾ പതിവായി പാരായണം ചെയ്യുക. ഉറങ്ങാൻ പോകുമ്പോൾ മാത്രമല്ല, എന്ത് പ്രശ്നം നമുക്ക് അനുഭവപ്പെടുന്നു, എന്ത് ഫിത്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, എന്ത് ദുഷ്പ്രേരണകൾ നമ്മളെ ബാധിക്കുന്നുവോ, ആയത്തുൽ കുർസി ഓതി നോക്ക്. നമ്മൾ ആയത്തുൽ കുർസി ഓതി നോക്ക്.
വേണ്ട, ഒരു പാപം ചെയ്യാൻ നമുക്ക് തോന്നുന്നു. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു തെറ്റ് നമുക്ക് ചെയ്യാൻ തോന്നുന്നു. ആ തോന്നലുണ്ടാകുന്ന സമയത്ത് ആയത്തുൽ കുർസി നെയ്യത്തോടുകൂടി പാരായണം ചെയ്തിട്ട് ജമഅ കഫൈഹി, നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സുമ്മ നഫഖ, എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ഊതുകയും സുമ്മ ഖറഅ, എന്നിട്ട് നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയും ചെയ്തിട്ട് സുമ്മ മസഹ, എന്നിട്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ നിങ്ങൾ തടവുകയും ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത പിന്നെ ഉണ്ടാക്കാൻ ശൈത്താന് പറ്റൂല. പറ്റില്ല. ആയത്തുൽ കുർസിന്റെ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുക. പിന്നെ ഒരു ശർറ് ശൈത്താനിൽ നിന്നുണ്ടാവൂല. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദിക്റും ദുആയും കവച്ചു വെക്കാൻ ഒരു ശൈത്താനെയും അള്ളാഹ് പഠിച്ചിട്ടില്ല. ശൈത്താനെ പറ്റി പേടിച്ചിട്ട് മന്ത്രവാദിന്റെ അടുത്തേക്കും പോണ്ട, അന്ധവിശ്വാസത്തിലേക്കും പോണ്ട, ഒന്നിലേക്കും പോണ്ട. ആയത്തുൽ കുർസി ഓതിയാൽ എന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു ശൈത്താനെയും അള്ളാഹ് പടച്ചിട്ടില്ല എന്ന് ഈമാൻ ഉണ്ടാവുക. അതാണ് അതിനുള്ള പരിഹാരം. അതിന് നിഷേധിക്കൊന്നും വേണ്ട, ശൈത്താനെ തന്നെ നിഷേധിച്ച് കളയാ, അന്ധവിശ്വാസം ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ശൈത്താന് നമ്മളൊരു ലിമിറ്റ് വെച്ചിരിക്കുക, നമ്മളൊരു വര വരച്ചിരിക്കുക, അതിന്റെ അപ്പുറം ശൈത്താൻ ചെയ്യൂല, നമ്മൾ തീരുമാനിച്ചിരിക്കുക. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ വരച്ച വരാണ് നവോത്ഥാനത്തിന്റെ വര. ആ മരണം മറച്ചു കിടക്കാൻ ശൈത്താൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പൊ അന്ധവിശ്വാസം നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മൾ ശരിക്ക് തീരുമാനിക്കേണ്ട എന്താ? അള്ളാഹ് പറഞ്ഞ പരിഹാരം തിരിച്ചറിയല. അതാണ് മുഅബ്ബദത്തൈനി ആയത്തുൽ കുർസി. ഇനി മൂന്നാമത്തെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് അനി നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാ, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖ സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, എത്ര മുമ്പ്? ബി അൽഫൈ ആമിൻ, 2000 വർഷങ്ങൾക്ക് മുൻപ്. ആകാശത്തെയും ഭൂമി എന്ന് പറഞ്ഞ പ്രപഞ്ച സംവിധാനം നടക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ പടക്കണതിന് മുമ്പ് എന്നല്ല കേട്ടോ, പ്രപഞ്ച സംവിധാനം നടക്കുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചു. രണ്ടായത്ത് അതിൽ രേഖപ്പെടുത്തിയിരുന്ന അൻസല മിൻഹു ആയത്തൈനി, ആ എഴുതി വെച്ചതിൽ നിന്ന് 2 ആയത്ത് അവൻ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു. ആകാശത്തിനെയും ഭൂമിനെയും പടക്കണേലും 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ എഴുതി വെച്ച ആയത്തിൽ നിന്ന് അവൻ അവതരിപ്പിച്ചു. ഏത് 2 ആയത്തുകളെ ഭൂമിയിലേക്ക് അവൻ അവതരിപ്പിച്ചു? ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ, ആ 2 ആയത്ത് കൊണ്ടാണ് സൂറത്തുൽ ബഖറ അവസാനിച്ചിട്ടുള്ളത്. വലാ യുഖറാനി ഫീ ദാരിൻ സലാസ ലയാലിൻ, ഒരു വീട്ടിൽ 3 രാത്രികളിൽ ആ പറഞ്ഞ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂൽ എന്നാണ് നമ്മൾ പറയാ. ആമനർ റസൂൽ ആരെങ്കിലും ഒരു വീട്ടിൽ 3 രാത്രിയിൽ ഓതിക്കഴിഞ്ഞാൽ ഫയഖറബഹുമ ശൈത്താൻ പിന്നെ ആ വീട്ടിലേക്ക് വരികയേ ഇല്ല. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ ഹദീസിൽ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് ഹുക്മു ചെയ്ത ഹദീസ്. വേറൊരു നിവേദനത്തിൽ കാണാം, വലാ യുഖറാനി ഫീ ബൈത്തിൻ ഫയഖറബുഹു ശൈത്താനു സലാസ ലയാലിൻ, ഒരു തവണ ആമനർ റസൂൽ വീട്ടിൽ വെച്ച് ഓതിയാൽ 3 ദിവസം ആ വീട്ടിലേക്ക് ശൈത്താൻ പ്രവേശിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക, 3 ദിവസം ആ വീട്ടിലേക്ക് ശൈത്താൻ പഠിപ്പിക്കില്ല. അപ്പൊ മുഅബ്ബദത്തൈനി ആയത്തുൽ കുർസി ആമനർ റസൂൽ, ഇത് ഓതിയിട്ട് തീരാത്ത പ്രശ്നം വിശ്വാസിക്കല്ല വെച്ചിട്ടില്ല, ലോകത്തല്ല പടച്ചിട്ടില്ല. ഇതുകൊണ്ട് തീരാത്ത ഒന്നുമില്ല. നമ്മളെ ഈമാനാണ് തീരുമാനിക്കുന്നത്. നമുക്ക് പോരാന്ന് തോന്നിയാൽ മരണം വരെ പോരാ, മനസ്സിലാക്കിയോ? ഇതിന്റെ അപ്പുറത്തേക്ക് പൈശാചിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തുണ്ട് എന്ന് ചോദിക്കരുത്. ചില ആളുകൾ ചോദിക്കും, അതാ ഞാൻ പറഞ്ഞത്. ചില ആളുകൾ ചോദിക്കും, ഓതിയിട്ടും ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ട് ഒരു മാറ്റമില്ല. നിങ്ങൾ നോക്ക്, ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ട് എനിക്ക് മാറ്റില്ല എന്നൊരുത്തം പറയാ. മുഅബ്ബദത്തൈനി ഓതിയിട്ട് എനിക്കൊരു മാറ്റവുമില്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവനാണ് പ്രശ്നമുള്ളത്. അവന്റെ പ്രശ്നം ഈമാനിന്റെ കുറവാണ്. അവന്റെ പ്രശ്നം അള്ളാഹു പറഞ്ഞ പരിഹാരത്തിൽ ഉറപ്പില്ലായ്മയാണ്. ഉറച്ചു നിൽക്കണം.
പടച്ചോൻ പറഞ്ഞില്ല. പിന്നത്തെ പ്രശ്നം അവിടെ ഉണ്ടായിക്കൊള്ളട്ടെ. എനിക്ക് ബോധക്ഷയം വരുന്നു, അതാണ് ചില ആളുകൾ. എനിക്ക് പിന്നെ പേടിയാകുന്നു, എനിക്ക് ചില അസുഖങ്ങൾ, ടെൻഡൻസികൾ വരുന്നു. അത് ആയത്തുൽ കുർസി ഓതിയിട്ട് മാറണില്ല. മാറണ്ട. ആയത്തുൽ കുർസി ഓതിയിട്ട്, ആമന റസൂൽ ഓതിയിട്ട്, മുഅബ്ബദതൈനി ഓതിയിട്ട് മാറാത്ത പ്രശ്നം മാറണ്ട. ഇങ്ങനെ തീരുമാനിക്കണം. മാറണമെന്ന് മാത്രമല്ല കൂട്ടരെ നെയ്യത്ത് ചെയ്യേണ്ടത്. നമ്മളെ പ്രശ്നം എവിടാണ്? നമ്മളെ രോഗം മാറാൻ നമ്മൾ നെയ്യത്താക്കിയിട്ട് ആ മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓതും. റസൂലുള്ള ചെയ്ത പോലെ നമ്മൾ മന്ത്രിക്കും. എന്നിട്ട് മാറണില്ല. മാറരുത്. മാറാത്തതിനെ പറ്റി ആവലാതി ഉണ്ടാവരുത്. അതാണ് സ്വർഗത്തിന്റെ ലക്ഷണം. അങ്ങനെ കൂടി ചിന്തിക്കണം. അത് നമ്മൾ ചിന്തിക്കാൻ തയ്യാറല്ല. മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മന്ത്രവാദിന്റെ അടുത്ത് പോകും. മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഐക്കലും ഏലസും കെട്ടിക്കളയും. മാറിയിട്ടില്ലെങ്കിൽ ജാറത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അല്ലാഹു അല്ലാത്തവരുടെ പ്രതിഫലം ആഗ്രഹിക്കുന്ന, പടച്ചവനിൽ നിന്നല്ലാത്ത പിന്നെ രക്ഷ പ്രതീക്ഷിക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോയി കളയും. നമ്മളവിടെ നിൽക്കണം. മാറണ്ട. അത് സ്വർഗത്തിൽ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ടൊരു പെണ്ണ് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് അപസ്മാരം ഉണ്ടാവുന്നു. അപസ്മാരം ഉണ്ടാകുമ്പോൾ താങ്കൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ദുആ ചെയ്യണം. ആ രോഗം ഇല്ലാതിരിക്കാനൊന്ന് ദുആ ചെയ്യണം. രോഗശമനത്തിന് ശിഫക്ക് വേണ്ടി, പൂർണ്ണ ശിഫക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചെന്താണ്? ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്റെ അസുഖം മാറിക്കളയും, സംശയം വേണ്ട. പക്ഷേ ഈ അസുഖം നിലനിൽക്കുകയും നീ ക്ഷമിക്കുകയും ചെയ്താൽ സ്വർഗം നിനക്ക് ഉറപ്പാണ്. നിനക്ക് ഏത് വേണം പെണ്ണെ? നമ്മളേതാ പറയാ? നിനക്കേതാ വേണ്ടത്? പെണ്ണ് പറഞ്ഞത് എന്താ? സഹാബി വനിതാണ്. അവര് പറഞ്ഞത് മാറണ്ട റസൂലേ, സ്വർഗം മതി. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഞാനിങ്ങനെ ഇളകുമ്പോ എന്റെ ഡ്രസ്സ് മാറിപ്പോകും. അപ്പൊ എന്റെ ഔറത്ത് ചിലപ്പോൾ പുറത്താണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യണം. അതും അത്രേ ഉള്ളൂ. മാറണ്ട, അസുഖം അവിടെ നിന്നോട്ടെ. സാഹിബിള് പറഞ്ഞെന്തറിയോ? പിന്നീട് ആ പെണ്ണിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ കാലത്ത് അവർ ഔറത്ത് പുറത്ത് കാണുന്ന വിധത്തിൽ അവർ തുണി നീങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി അതിന് ദുആ ചെയ്ത്. നിങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ ഈമാനാണ്. ഇത് വിശ്വസിക്കണം. നമുക്കിത് കൊണ്ട് മാറണില്ലെങ്കിൽ നമ്മൾ ശരിയാവാത്തത് കൊണ്ടാണ്, നമ്മളെ ഈമാൻ പോരാത്തത് കൊണ്ടാണ്. ഈമാനിന്റെ പ്രത്യേകത എന്താ? പടച്ചോൻ തന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത അല്ലെ പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട്? പടച്ചോനെ, നീ തന്നത് തടുക്കാനാളില്ല, തടുത്തത് തരാനാളില്ല. നിന്റെ ഭാഗത്ത് നിന്നാണ് സകലതും. ഇതിങ്ങനെ വേണം മനസ്സിൽ. എന്ത് അസുഖാകട്ടെ, എന്ത് ബുദ്ധിമുട്ടാകട്ടെ, ആയത്തുൽ കുർസി ഓതാ മാറുന്ന ഉറപ്പായിട്ടും വിശ്വസിക്കാം. ഈമാൻ ഉണ്ടാവാ, നിയ്യത്തിൽ ചെയ്യാ. ആമന റസൂൽ ഓതാ, നിയ്യത്തിൽ ചെയ്യാ. മുഅബ്ബദതൈനി ഓതാ, നിയ്യത്തിൽ ചെയ്യാ. മാറുന്ന ഉറപ്പിക്കുക. എന്നിട്ട് മാറിയിട്ടില്ലെങ്കിലും മാറണ്ട. അത് സ്വർഗത്തിന് വേണ്ടി അല്ലാഹ് എടുത്തു വെച്ചതാണ്. ഇതുകൂടി വിശ്വസിക്കണം. ഇങ്ങനെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾക്ക് കാണാം. അതിന്റെ ലക്ഷണം നമുക്ക് അനുഭവപ്പെടും. നമ്മൾ മാറാണ്. നമ്മൾ പകുതിക്കിട്ടിട്ട് നമ്മളെ മനസ്സ് ചഞ്ചലമാകാണ്. അതാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ മൂന്നാമത്തത് ആമന റസൂല. ഇനി നാലാമത്തത് സൂറത്തുൽ മുഅ്മിനൂന്റെ 97-98 ആയത്ത്. അവിടെ അല്ലാഹ് എന്നെ പ്രത്യേക ഒരു ദുആ പഠിപ്പിക്കുക. വഖുൽ, റസൂലുള്ളാഹിയോട് പറയാ, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അല്ലാഹുവേ, റബ്ബി അഊദു ബിക, നിന്നോട് ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു. മിൻ ഹമസാത്തിശ് ശയാത്തീൻ, ശൈത്താന്മാരുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, അല്ലാഹുവേ, അവർ എന്റെ അടുത്ത് ഹാജരാകുന്നതിന് തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പ്രത്യേകം ഒരു ഇസ്തിആദത്ത് ആര് പഠിപ്പിച്ചു? അല്ലാഹ് പഠിപ്പിച്ചു. സൂറത്തുൽ മുഅ്മിനൂൻ 97-98 ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച ഖുർആനിൽ ഒരു ഇസ്തിആദത്ത് കൂടി കാണാം. ആ ഇസ്തിആദത്തിന്റെ പ്രത്യേകത എന്തറിയോ? ആ ഇസ്തിആദത്തിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് കാണാം അല്ലാമ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി, ഹാദിഹി ഇസ്തിആദത്തു മിൻ മാദ്ദത്തി ശർരി കുല്ലിഹി വഅസ്ലിഹി. ഈ ഇസ്തിആദത്ത് ഉണ്ടല്ലോ, എല്ലാ ഷർറും, അല്ലാഹ് പടച്ച എല്ലാ ഷർറുണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യന് കിട്ടാവുന്ന എത്ര ഷർറുണ്ടോ ആ എല്ലാ ഷർറും അതിന്റെ അസ്ലും
അതിന്റെ ഉത്ഭവം എവിടുന്നാണോ ആ ഉത്ഭവത്തിൽ നിന്ന് ഉള്ള ഇസ്തിആദത്ത് ഇതിലുണ്ട്. വയദ്ഖുലു ഫീഹൽ ഇസ്തിആദത്തു മിൻ ജമീഇ നസഗാത്തി ശയാത്തീൻ വമിൻ മസ്സിഹി വവസ്വസതിഹി. ഇതിലുണ്ട് ഏത് എല്ലാ നസഗാത്തി ശയാത്തീൻ, ശൈത്താന്മാരുടെ ദുഷ്പ്രേരണകൾ എന്തൊക്കെ നടക്കണോ അതിൽ നിന്നുള്ള അഭയത്തേട്ടം ഈ ഇസ്തിആദത്തിലുണ്ട്. വമിൻ മസ്സിഹി, ശൈത്താന്റെ ബാധയിൽ നിന്നുള്ള രക്ഷയും ഈ ഇസ്തിആദത്തിലുണ്ട്. വവസ്വസതിഹി, അവനുണ്ടാക്കുന്ന വസ്വാസുകളിൽ നിന്നുള്ള രക്ഷയും ഒക്കെ ചേർന്ന ഒരു ഇസ്തിആദത്താണ് 23-ാമത്തെ അധ്യായം സൂറത്ത് മുഅ്മിനൂന്റെ 97-98 പഠിക്കണം. ഇന്ന് പോയിരുന്നിട്ട് പഠിക്കണം, മക്കളെയും പഠിപ്പിക്കണം. എന്നിട്ട് ഈ ഇസ്തിആദത്ത് ഈമാനോടെ ചെല്ലണം. ഇസ്തിആദത്ത് ചെല്ലുന്നോണ്ട് അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇസ്തിആദത്ത് കുറഞ്ഞെന്നാണ് നമ്മളെ പ്രശ്നം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ വീട്ടിൽ ദിക്റുകൾ ചെല്ലുന്നത് കുറഞ്ഞു പോയില്ലേ? പഴയ കാലത്ത് നമ്മളെ വീട്ടിൽ ദിക്റുകൾ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. പ്രായമുള്ള ആളുകൾ അവരെ പിടിച്ചിരുത്തിയിട്ട് മഗ്‌രിബ് ആകുമ്പോഴത്തേനും പറയും, ഇരുന്നിട്ട് ദിക്ർ ചെയ്യാൻ പറയും. അവിടെ അള്ളാഹിനെ തസ്ബീഹ് ചെയ്യും, ദിക്ർ ചെയ്യും. വേണ്ടാത്ത ദിക്ർ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ലോ. സ്വഹീഹും ദഈഫൊന്നും വേർതിരിക്കാത്ത ചില അവസ്ഥകൾ ഉണ്ടായി എന്ന അപകടമുള്ളൂ. പക്ഷേ അവര് ഖുർആൻ ഓതിയിരുന്നു. സൂറത്തുൽ ബഖറയിൽ നിന്ന് ഓതിയാ പിന്നെ അവിടെ ശൈത്താൻ വരൂല ആ വീട്ടിൽ. സൂറത്ത് ബഖറയിൽ നിന്ന് ഹദീസുകളിൽ വന്ന ഇസ്തിആദത്ത്, ഞാൻ വേഗം ആ ഇസ്തിആദത്ത് പറഞ്ഞു പോകാം. എന്താ? ഒന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതന്നെ ഏറ്റവും വലിയ ഇസ്തിആദത്ത്, ഖുർആൻ പഠിപ്പിച്ച ഇസ്തിആദത്താ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ പിശാചിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മേൽ പിന്നെ അവന് സ്വാധീനം അല്ലാഹു കൊടുക്കൂല. രണ്ടാമത്തേത് എന്താ? രണ്ടാമത്തെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നു, ഇസ്തിആദത്ത് ചെയ്തിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം വഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശൈത്വാനിർ റജീം, പടച്ചവനെ ശപിക്കപ്പെട്ട പിശാചിനെ കൊണ്ട് പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ് റബ്ബേ. വഹംസിഹി, അവന്റെ ദുർബോധനങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വനഫ്ഖിഹി, അവന്റെ അഹങ്കാരത്തിൽ നിന്നും അവന്റെ നഫ്സിഹി, അവന്റെ സംഗീതത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അഥവാ ശൈത്താൻ ഏതെല്ലാം രൂപത്തിലാണോ എന്റെ അടുത്തേക്ക് വരുന്നത്, ഏതെല്ലാം രൂപത്തിലാണോ എനിക്ക് ഷർറുണ്ടാക്കുന്നത്, അതിനെ തൊട്ടെല്ലാം ഞാൻ നിന്നോട് അഭയം ചോദിക്കാണ് റബ്ബേ. ഇത് ചെയ്തവന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു പേടിക്കാനില്ല. വേറൊന്നെന്താ? അഊദു ബില്ലാഹിൽ അളീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ് ശൈത്വാനിർ റജീമി. റസൂലുള്ളാഹി ചൊല്ലിയതാണ്. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. എന്താ? അള്ളാഹുവിന്റെ അതിമഹാനായ അള്ളാഹുവിനെ കൊണ്ടും അതിമഹത്തായ അവന്റെ വജ്ഹ് കൊണ്ടും അനശ്വരമായ അവന്റെ ആധിപത്യം കൊണ്ടും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അങ്ങനെ ഒരു അഭയത്തേട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ശൈത്താന് നമുക്ക് മേൽ ഒരു സ്വാധീനവും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കില്ല. മാത്രമല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ പറഞ്ഞില്ല, അഊദു ബില്ലാഹിൽ അളീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ് ശൈത്വാനിർ റജീം. പള്ളി കയറുമ്പോൾ റസൂലുള്ളാഹി ചൊല്ലിയിരുന്നതാ. ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി ചൊല്ലിയിരുന്ന പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ യഅ്സിംനി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ ചൊല്ലിയതായിട്ട് ഇബ്നു മാജ 733-ാമത്തെ ഹദീസായിട്ട് രേഖപ്പെടുത്തി. ഇനി ഇമാം അഹമ്മദും ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തആമ്മഹ് മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വഅൻ യഹ്ദുറൂൻ. ഇതും എന്താണ്? സമ്പൂർണമായ കാവലിനെ തേടലാണ്. എല്ലാം ഇതിൽ പെട്ട്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തെ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അഊദു ബികലിമാത്തില്ലാഹി തആമ്മ, അവന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. അള്ളാന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് അഭയം തേടുന്നു. ഏതാ ആ വചനം? കുൻ എന്ന് പറയുന്ന അവന്റെ വചനം. കുൻ ഫയകുൻ,
അവൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. ആ വചനത്തെ തൊട്ട് ഞാൻ അഭയം തേടുന്നു. മിൻ ഗളബിഹി, അവന്റെ കോപത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വഇഖാബിഹി, അവന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. വശർരി ഇബാദിഹി, അവന്റെ അടിമകളുടെ ഷർറിൽ നിന്ന്. അവന്റെ അടിമകളുടെ ഷർർ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികൾ അതിൽ പെട്ടു. വമിൻ ഹമസാത്തി ശയാത്തീൻ, ശൈത്താന്മാരുടെ ദുർബോധനത്തിൽ നിന്നും. വഅൻ യഹ്ദുറൂൻ, അവർ എന്റെ അടുത്ത് ഹാജരാകുന്നതിൽ നിന്നും ഞാൻ അല്ലാഹുവേ നിന്റെ നാമത്തിൽ നിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാനിതാ അഭയം തേടിയിരിക്കുന്നു. പിന്നെ ഒരു ശൈത്താൻ വരൂ നമ്മളെടുത്തിട്ട്? നമ്മൾ ആലോചിക്കേണ്ട അവിടാണ്. അള്ളാന്റെ നാമത്തിൽ അള്ളാന്റെ സമ്പൂർണമായ വചനം കൊണ്ട് അല്ലാഹുവേ ഈ ശൈത്താൻ എൻ്റെ അടുത്തേക്ക് വരിക. അടുത്തേക്ക് അല്ലാഹ് അടുപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഷെറാണ് അവനക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് വിശ്വാസികൾ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, ഹദീസിൽ വന്ന ഇസ്തിആദത്താണ്. ഇത് പഠിച്ചിരിക്കണം. ഒരു വീട്ടിലെ കുട്ടി, ഒരു വീട്ടിലെ സ്ത്രീ, ഒരു വീട്ടിലെ പുരുഷൻ, ഒരു വീട്ടിലെ സകല ആളുകളും ഈ ഇസ്തിആദത്തുകൾ പഠിക്കുകയും ഓരോ ഘട്ടത്തിലും ചെയ്യുകയും നിരന്തരമായി ചെയ്യുകയും ചെയ്യാം. ഇതിങ്ങനെ ചെയ്താൽ അത്തരം ആളുകൾക്ക് ശൈത്താന്റെ ഒരു ഷർറുണ്ടാവൂല, ഒരു ഉപദ്രവവും ഉണ്ടാവൂല. പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ പേടിച്ചിട്ട്, ശൈത്താനെ പേടിച്ചിട്ട് ശൈത്താൻ ബാധ ഉണ്ടാവോ, രോഗം ഉണ്ടാക്കോ, ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കോ, ശൈത്താൻ മസ്സുണ്ടാക്കോ, ശൈത്താൻ എന്നെ ഉപദ്രവിക്കോ, ശൈത്താൻ എന്നെ കൊന്നുകളയോ, ശൈത്താൻ എന്നെ മാന്തോ, ഇങ്ങനെ ഒന്നും പേടിക്കണ്ട. വിശ്വാസിനെ സംബന്ധിച്ച് എന്തൊക്കെ ശൈത്താൻ എന്നെ ചെയ്യാൻ അനുവദിച്ചോ അത് മുഴുവൻ ലോക്ക് ചെയ്യാൻ, അത് മുഴുവൻ ബന്ധിക്കാൻ ഈ ഇസ്തിആദത്ത് ഒന്നു മതി. മുഅവ്വദത്ത് ഇനി തുടങ്ങിയാൽ മതി. അവിടുന്ന് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ചില ആളുകൾ ഈ ഇസ്തിആദത്തുകൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പുറത്ത് ഒരു ബോർഡിൽ ആ ഇസ്തിആദത്തുകളെല്ലാം എഴുതി വെക്കും. നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വായിച്ചിട്ട് പഠിക്കണം, കുടുംബത്തെ പഠിപ്പിക്കണം. ഇസ്തിആദത്തിന്റെ പവർ മറന്നുപോയതാണ് നമ്മളെ പ്രശ്നം. ഇസ്തിആദത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തൊരു പവർ ഉണ്ട്. ആ പവർ എന്താണെന്ന് നമ്മൾ മറന്നുപോയി. അതാണ് നമ്മൾ പേടിച്ചത്. നമ്മൾ ഒന്നും പേടിക്കണ്ട, ആരെയും ഭയപ്പെടണ്ട, ഒരു അന്ധവിശ്വാസത്തിലേക്കും പോണ്ട, ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കും പോണ്ട, ഒരുത്തൻ്റെ അടുത്തേക്ക് മന്ത്രിക്കാനും പോണ്ട. സ്വന്തം ഉപ്പാട് പോലും മന്ത്രിക്കാൻ ചോദിക്കരുത്. നമ്മൾ സ്വന്തം വാപ്പനോട് പോലും എനിക്കൊന്ന് മന്ത്രിച്ചിട്ടാ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? കഴിഞ്ഞ ഹദീസിൽ, കഴിഞ്ഞ ഖുതുബിൽ നമ്മൾ പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ അവന്റെ ക്വാളിറ്റി പോയി. ബിഗൈരി ഹിസാബ്, വിചാരണ ഇല്ലാണ്ട് സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്നുണ്ടാവും. അതിന് അവൻ ഔട്ടായി. ലാ യസ്തർഖൂന, ഒന്നാമത്തെ ക്വാളിറ്റി ഏതാ? മന്ത്രിക്കാൻ അവൻ ഒരാളോടും ചോദിക്കൂല. ഒരാളോടും ചോദിക്കണ്ട. നമ്മളെ കയ്യിൽ അള്ള പഠിപ്പിച്ച ആയത്തും അള്ള പഠിപ്പിച്ച ഇസ്തിആദത്തും റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്റും കൊണ്ട് തീർക്കാവുന്ന ശൈത്താനെ അള്ള പടച്ചിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അതിനൊന്നും നിഷേധിക്കണ്ട. നിഷേധിച്ചാലത്തെ പ്രശ്നം എന്താ? നിഷേധിച്ചാൽ പിന്നെ നമ്മൾ ഇതിനെ കരുതിയിരിക്കില്ല. അപ്പൊ അതിന് എല്ലാ ഷർറും തിന്മയും മോശമായ രീതിയിൽ നമ്മളെ കൊണ്ടടക്കാൻ പറ്റും. നിഷേധിക്കാതെ അള്ള പറഞ്ഞത് അംഗീകരിച്ചിട്ട് അള്ള എന്നെ പറഞ്ഞ പരിഹാരം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം ഇത്തിബാ ചെയ്യുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടെ സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ ദീനിനെ, വിശ്വാസത്തെ ഈമാനോടെ തന്നെ സ്വീകരിക്കുന്ന, ഈമാനോടെ ഖബൂലാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലം അറക തസൂമു ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മറ്റു മാസങ്ങളെക്കാൾ അധികമായിട്ട് ശഅബാൻ മാസത്തിലല്ലാതെ താങ്കളെ ധാരാളം നോൽമ്പ് നോൽക്കുന്നവനായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, മറ്റു മാസങ്ങളിനേക്കാൾ അധികമായിട്ട് ശഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് നോൽക്കുന്ന ഒരവസ്ഥയിലാണല്ലോ നബിയെ താങ്കളെ ഞാൻ കാണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദാലിക ശഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. റമളാനും റജബിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണത്. ആ മാസം
വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ റജബിന്റെയും റമളാന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാണത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസത്തിൽ അള്ളാഹുവിലേക്ക് അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ആ മാസത്തിലാണ്. ഞാൻ നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് എന്റെ അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഷാബാന്റെ പ്രത്യേകത എന്താ? ഷാബാനിലാണ് അടിമകളുടെ അമലുകൾ ആകാശത്തിലേക്ക് അള്ളാഹ് ഉയർത്തുന്നത്, സ്വീകരിക്കുന്നത് ആ മാസമാണ്. ആ മാസം എന്റെ അമൽ ആകാശത്തേക്ക് പോകുമ്പോൾ ഞാൻ എന്തായിരുന്നു? നോമ്പുകാരനായിരുന്നു എന്ന് എന്റെ പേരിൽ എഴുതപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഷാബാനിൽ മറ്റു മാസങ്ങളെക്കാൾ അധികമായിട്ട് ഞാൻ നോമ്പ് നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഷാബാനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ പിന്നെ എല്ലാ ഞായറാഴ്ചയും സുബഹി നമസ്കാരത്തിന് ശേഷം അരമണിക്കൂർ ക്ലാസ് ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞത് ഷാബാനെ പറ്റിയിട്ട് തെറ്റിയിട്ട് റമളാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തിരുത്തി മനസ്സിലാക്കുക. ഷാബാനിനെ ഒന്ന് പ്രത്യേകം സ്വീകരിക്കാനും ശ്രദ്ധിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഷാബാന്റെ മാസപ്പിറവി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മാസത്തിന്റെ മൊത്തത്തിലൊന്ന് സൂക്ഷിക്കാനും ജാഗ്രത കൈക്കൊള്ളാനും പറഞ്ഞുകൊണ്ടാണ് ആ ഷാബാന്റെ എല്ലാ ഞായറാഴ്ചയെങ്കിലും സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു ഖുർആൻ ക്ലാസ് വെച്ചാൽ അത് ഷാബാനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിൽ പെടുമല്ലോ, അമൽ സ്വാലിഹാത്തിൽ പെടുമല്ലോ എന്നുള്ള നിലക്കാണ് അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഈ മാസത്തിൽ വെച്ചിട്ടുള്ളത്. ഈ മാസത്തെ എന്തെങ്കിലുമൊക്കെ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച്, പ്രത്യേകിച്ച് നോമ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുക എന്നത് റസൂലുള്ളാഹിന്റെ ഒരു നടപടിക്രമമാണ്. നമ്മളും ആ നടപടിക്രമം സ്വീകരിക്കുക. നമ്മൾ റമളാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷാബാനിൽ തന്നെ കഴുകി വൃത്തിയാക്കണം നമ്മുടെ പാപങ്ങളെ മുഴുവൻ, അമലുകൾ കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട്, എന്നിട്ട് പരിശുദ്ധിയോടുകൂടി ഏതിലേക്ക് പ്രവേശിക്കുക? റമളാനിലേക്ക് പ്രവേശിക്കുക. അതാണ് വിശ്വാസികൾ ചെയ്തിരുന്ന ഒരു രീതി. നമ്മൾ റമളാന്റെ തലേ ദിവസം വരെ ചെയ്യുന്ന എല്ലാ വേണ്ടാത്തരും, ചെയ്യുന്ന എല്ലാ തെറ്റും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറ്റ മാറ്റം മാറുകയാണ് റമളാനിന്. അതൊരു പാപക്കറയുമായി റമളാനിൽ പ്രവേശിക്കലാണ്. ആ പ്രവേശനം ഒരു നല്ല പ്രവേശനമല്ല, റമളാനോടുള്ള ഒരു മര്യാദയിലുള്ള പ്രവേശനമല്ല. അത് ഷാബാനിൽ നിന്ന് തുടങ്ങണം. ആ പാപം കഴുകലും അമലി സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കലും എന്നിട്ട് അള്ളാഹുവിന് മുന്നിൽ പരിശുദ്ധനായി മാറലും ഷാബാനിൽ നിന്ന് തുടങ്ങിയിട്ട് എന്നിട്ട് റമളാനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പ്യൂരിറ്റി ഉള്ളവനായിട്ട് പരിശുദ്ധനായിട്ട് നമുക്ക് ആ വിശുദ്ധ മാസത്തെ സ്വീകരിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ശർറിൽ നിന്നും തിന്മയിൽ നിന്നും അവിവേകങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മഹാപാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. സകല അശുദ്ധികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധമായ ജീവിതം നയിക്കാൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ജീവിതം നയിക്കാൻ, റബ്ബ് നൽകിയിട്ടുള്ള ഈമാനിനെ ആസ്വദിച്ചു കൊണ്ടിട്ടുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും സകലവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. സകലവിധ അഴിഞ്ഞാട്ടങ്ങളിൽ നിന്നും സകലവിധ ദുർനടപ്പുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മളെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധമായി ജീവിച്ച് വിശുദ്ധരായി മരിക്കാൻ, വിശുദ്ധരായി ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പാപങ്ങളും, ചെറുതും വലുതുമായ എല്ലാ മഹാപാപങ്ങളടങ്ങുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കറ പോലുമില്ലാത്ത വിധത്തിൽ നമ്മൾ അള്ളാഹു പരിശുദ്ധരാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.